നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോൾ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അതായത് 30/3/2026 തിങ്കളാഴ്ച രാവിലെ റബ്ബർ വില കോട്ടയം RSS 4 കിലോ 220, RSS 5 കിലോ 216, ISNA 20 186, ലാറ്റക്സ് 60% ആഴ്ചയുള്ള 152.5 പൈസ. ഇതാണ് രാവിലത്തെ കോട്ടയം വില. ഈ കൊച്ചു വില നോക്കുമ്പോൾ RSS 4 കിലോ 220, RSS 5 കിലോ 216. ഇതാണ് രാവിലത്തെ കൊച്ചു വില. ഒട്ടുപാൽ നോക്കുമ്പോൾ 80% ആഴ്ചയുള്ള ഒട്ടുപാൽ കിലോ 137, 60% ആഴ്ചയുള്ള ഒട്ടുപാൽ കിലോ 102 രൂപ 75 പൈസ. അകർത്തല വില നോക്കുമ്പോൾ RSS 4 കിലോ 210, RSS 5 കിലോ 207. വിദേശ വില നോക്കുമ്പോൾ ബാങ്കോക്ക് RSS 4 കിലോ 247 രൂപ 49 പൈസ, RSS 5 കിലോ 247 രൂപ 6 പൈസ. കേരളത്തിലെ വ്യാപാരി വില നോക്കുമ്പോൾ വ്യാപാരി വില കോട്ടയം RSS 4 കിലോ 211 രൂപ 50 പൈസ, RSS 5 കിലോ 207, ISNA 20 185 രൂപ 50 പൈസ മുതൽ 186. ഒട്ടുപാൽ നോക്കുമ്പോൾ 70% ആഴ്ചയിൽ ഒട്ടുപാൽ കിലോ 120 രൂപ മുതൽ 130 രൂപ. ഇതാണ് രാവിലത്തെ റബ്ബർ വില. കേരളത്തിലെ മറ്റു വില നോക്കുമ്പോൾ സ്വർണ്ണം 22 ക്യാരറ്റ് രൂപ 13,575, ഒരു പവൻ 1,80,600 അതുപോലെ 24 ക്യാരറ്റ് രൂപ 14,809, ഒരു പവൻ 1,11,472, അതുപോലെ 18 ക്യാരറ്റ് രൂപ 11,177, ഒരു പവൻ 88,856. ഇതാണ് രാവിലത്തെ സ്വർണ്ണവില. സ്വർണ്ണം വാങ്ങിക്കാൻ പോകുമ്പോൾ സ്വർണ്ണത്തിൻ്റെ പരിസ്ഥിതി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക. ഇന്നലെ വൈകിട്ട് 1 ഗ്രാമിൻ്റെ മുകളിൽ 230 രൂപ, ഒരു പവൻ്റെ മുകളിൽ 1,840 രൂപയാണ് കൂടിയത്. ഇനി തേങ്ങ വില നോക്കുമ്പോൾ തേങ്ങ ചകരിയില്ലാത്ത മുട്ടത്തേങ്ങ കിലോ 70, പച്ചത്തേങ്ങ ചകരിയുള്ളത് 40 മുതൽ, വെളിച്ചെണ്ണ ലിറ്റർ 420, കൊപ്ര എടുത്തപടി 154, കശുവണ്ടി 140, കൊക്കോ 230, അടയ്ക്കാപ്പുതിയത് 390, പഴയത് 360, കാഞ്ഞിരക്കൊരു 1,850, ജാതിക്ക തൊണ്ടോടുകൂടി 280, കച്ചവട ഉണങ്ങിയത് 500, ഗ്രാമ്പു 805, ഗ്രാമ്പു 930, നെല്ല് കിൻഡൽ 2,500, കയർ ഇഴക്കയർ 10, കരിപ്പൊട്ടി കയർ 10 മുതൽ 15, പിണ്ണാക്ക് എസ്പെലർ 38, റോട്ടറി 41, കുരുമുളക് അൺകാർബിളിൽ 689, കുരുമുളക് പുതിയത് 689, കുരുമുളക് ആറുള്ളിൽ കിലോ 750, ചുക്ക് വെസ്റ്റ് 300, മഞ്ഞൾ സില 155, വാഴക്കുളം പൈനാപ്പിൾ പച്ച 34, പഴം 42, കുരുമുളക് വയനാടൻ 690, ചേട്ടൻ 680, കാപ്പിക്കൊരു 36. എന്തായാലും കേരളത്തിലെ ഉറ്റുനോക്കുന്ന മറ്റൊരു മണ്ഡലമാണ് തിരുവനന്തപുരം വട്ടിയൂർക്കാവ്. അവിടെ മുൻ MLA VK പ്രശാന്തും മുൻ MLA KPCC പ്രസിഡൻറ്റുമായ K മുരളീധരൻ, കൂടാതെ ഇപ്പോഴത്തെ തിരുവനന്തപുരം കൗൺസിലറും മുൻ DGPയുമായ ശ്രീലേഖ EPSുമാണ് മത്സരിക്കുന്നത്. വീറും വാശിയും നിറഞ്ഞ മത്സരത്തിന് സാക്ഷ്യം വഹിക്കുന്നതാണ് തിരുവനന്തപുരത്തെ ഈ വട്ടിയൂർക്കാവ് മണ്ഡലം. വളരെയേറെ കണക്കുകൾ കൂട്ടി കിഴിച്ചൊക്കെ നോക്കിയാൽ 3 മുന്നണികൾക്ക് ഒരുപോലെ ബന്ധമുള്ളതാണ് വട്ടിയൂർക്കാവ്. പ്രത്യാരോപണങ്ങൾ വാരി വിതറിയാണ് BJPയും UDFും LDFും മുന്നണികൾ വോട്ട് നേടുന്നത്. വട്ടിയൂർക്കാവ് മണ്ഡലം നിലവിൽ വന്നതിന് ശേഷമുള്ള 2011 ആദ്യ തെരഞ്ഞെടുപ്പിൽ K മുരളീധരൻ ഇടത് സ്വതന്ത്രൻ ചെറിയാൻ ഫിലിപ്പിനെ 16,167 വോട്ടിന് പരാജയപ്പെടുത്തി. 2016 മുരളീധരൻ വിജയം ആവർത്തിച്ചു. അന്ന് പക്ഷേ പ്രധാന എതിരാളി BJPയുടെ കുമ്മനം രാജശേഖരനായിരുന്നു. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവിൽ BJP 1ാമതും LDF 2ാമതുമാണ്. UDF 3ാം സ്ഥാനത്തേക്ക് പോയി. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3ാം സ്ഥാനത്തേക്ക് പോയ LDF 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 1ാമതെത്തി. മണ്ഡലം നിലനിർത്താൻ ഇപ്പോഴത്തെ MLA ആയ VK പ്രശാന്തും തിരിച്ചുപിടിക്കാൻ K മുരളീധരനും ശ്രീലേഖ BJPക്കായി മത്സരിക്കുമ്പോൾ ത്രികോണ മത്സര ചൂടിലേക്ക് കടന്നിരിക്കുകയാണ് വട്ടിയൂർക്കാവ്. ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം ക്ഷമയോടെ കേട്ടിരുന്ന വളരെയധികം നന്ദി. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും, ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.